السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وآل كل والصحابة أجمعين أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റമളാനിലെ 26ാമത്തെ സുദിനത്തിൽ നോമ്പുകാരായി നാം നിലകൊള്ളുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ നോമ്പുകളെയും സർവ്വസുഹൃതങ്ങളെയും അവൻ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. വിശ്വാസി സമൂഹം ഇന്നെല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രാവാണ് ഇന്നത്തെ മഗ്രിബോടുകൂടി കടന്നു വരുന്നത്. എല്ലാവരും പ്രതീക്ഷ വെക്കുന്നത് ലൈലത്തുൽ ഖദറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തി, തഹറു ലൈലത്തുൽ ഖദരി മിൻ അശ്രിൽ അവാഖിരി മിൻ റമളാൻ. റമളാനിലെ അവസാനത്തെ ഒറ്റ രാവുകളിൽ ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ പ്രതീക്ഷിക്കണേ എന്ന് ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 27ാം രാവ് വളരെയേറെ ശ്രേഷ്ഠതയുള്ളതാണ്. ആ രാവിലാണ് ലൈലത്തുൽ ഖദർ എന്ന് ഭൂരിപക്ഷ പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ രാവ് ഒരാൾ പോലും ഒഴിവാക്കാതെ ഇബാദത്തിൽ പരിപൂർണമായി കഴിഞ്ഞുകൂടുക. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദറിന്റെ മഹത്വത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹ്ർ. തനസ്സലുൽ الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. തീർച്ചയായും ഈ പരിശുദ്ധമായ ഖുർആനിനെ നാം ഇറക്കിയിരിക്കുന്നത് ലൈലത്തുൽ ഖദറിലാണ്. ലൈലത്തുൽ ഖദർ എന്താണെന്ന് തങ്ങൾക്കറിയുമോ? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ളതാകുന്ന രാവാണ് പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ. അഥവാ 1000 മാസം ഒരു വ്യക്തി 83 വർഷവും 4 മാസവും പരിപൂർണമായി രാപകലില്ലാതെ ഇബാദത്തെടുക്കുന്നതിൻ്റെ പ്രതിഫലം ഈ ഒരൊറ്റ രാത്രിയിൽ മുഅ്മിനായ മനുഷ്യൻ ഇബാദത്തെടുക്കുന്നതിലൂടെ അവന് ലഭിക്കുമെന്നാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. ആ രാത്രിയിൽ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട മലായിക്കത്തുകളുടെ നേതൃത്വമാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊപ്പം മലക്കുകളും ഭൂമി ലോകത്തേക്ക് കടന്നു വന്നുകൊണ്ട് മാനവരാശിക്ക് മുഴുവനും ഇബാദത്തിൽ കഴിയുന്നവർക്ക് മുഴുവനും ശാന്തിയും സമാധാനവും നേരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുക. ആകയാൽ ഈ രാവിനെ ഇബാദത്ത് കൊണ്ട് നാം ധന്യമാക്കുക. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ ഇന്നി ഉരീദു ഖുർബക. അള്ളാഹുവേ നിന്നോടുള്ളതാകുന്ന അടുപ്പത്തെ ഞാൻ ലക്ഷ്യം വെക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രഹസ്യ ഭാഷണത്തിലൂടെ ബഹുമാനപ്പെട്ട മൂസാ നബിയോട് പറഞ്ഞത്, എൻ്റെ ഖുർബ് കിട്ടുന്നത് ഖുർബി ലിമൻ ഇസ്തൈഖല ലൈലത്തുൽ ഖദർ. പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിൽ ആര് ഉറക്കമുളച്ചോ ഇബാദത്തെടുത്തോ അവന് തീർച്ചയായും എൻ്റെ അടുപ്പം കിട്ടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് ഓർമ്മപ്പെടുത്തുക. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ ഇന്നി ഉരീദു റഹ്മതക. അള്ളാഹുവേ നിന്റെ കാരുണ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോഴും അള്ളാഹു മറുപടി നൽകിയത്, റഹ്മതി ലിമൻ യർഹമുൽ മിസ്കീന ലൈലത്തുൽ ഖദർ. പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിൽ മിസ്കീനുകൾക്ക്, പാവപ്പെട്ടവർക്ക് ആരൊരുവൻ കാരുണ്യം ചൊരിയുന്നോ അവർക്ക് തീർച്ചയായും എൻ്റെ കാരുണ്യം ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുത്തരമായി നൽകി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് വീണ്ടും ചോദിച്ചു, അള്ളാഹുവേ ഇന്നി ഉരീദുൽ ജവാസ അല സിറാത്തി. പരിശുദ്ധമായ സിറാത്ത് പാലം കടക്കുവാൻ എന്താണ് മാർഗം? ഞാൻ അതിന് ലക്ഷ്യം വെക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടി നൽകിയത്, സിറാത്ത് പാലം വിട്ടുകിടക്കണമെങ്കിൽ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിൽ സദഖ നൽകിയവനെ സാധിക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം വീണ്ടും അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലാഹുവേ സ്വർഗത്തിലെ തണൽമരങ്ങളുടെ താഴ്ഭാഗത്തിരിക്കുകയും ആ സ്വർഗീയമാകുന്ന ആസ്വാദനങ്ങൾ ആസ്വദിക്കുവാൻ ചെയ്യുകയും എങ്ങനെയാണ് സാധിക്കുക?
എനിക്കത് ലക്ഷ്യമാണ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിൽ ഒരു തസ്ബീഹ് സുബ്ഹാനല്ലാഹ് എന്ന ഒരു തസ്ബീഹെങ്കിലും ചൊല്ലുന്നതാകുന്ന ഏതൊരു വ്യക്തിയുണ്ടോ അവന് തീർച്ചയായും സ്വർഗത്തിലെ ആസ്വാദനങ്ങൾ ആസ്വദിക്കാൻ സാധിക്കും. സ്വർഗത്തിലെ തണൽമരങ്ങൾക്കിടയിൽ അവനിരിക്കുവാനും അതിലെ ഫലങ്ങൾ കഴിക്കുവാനും സാധിക്കുമെന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം വീണ്ടും അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ, എനിക്ക് നരകീയ മോചനം ലഭിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് വീണ്ടും പറഞ്ഞു, പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിൽ സുബഹി വരെ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവൻ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഉന്നതനായ അള്ളാഹുവിനോട് ഞാൻ പാപമോചനത്തിന് അർത്ഥിക്കുന്നു എന്ന അർത്ഥം വരുന്ന ദിക്ർ പ്രഭാതം വരെ ആരൊരുവൻ ഉരുവിടുന്നുണ്ടോ അവന് തീർച്ചയായും നരകീയ മോചനം ലഭിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം വീണ്ടും അള്ളാഹുവിനോട് അവസാനമായി ചോദിച്ചു, അള്ളാഹുവേ, പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് എനിക്ക് എത്താനും അള്ളാഹുവെ നിന്റെ സംതൃപ്തി കരഗതമാക്കുവാനും ഞാൻ എന്ത് ചെയ്യണം? അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്പോഴും മറുപടി നൽകിയത്, ലൈലത്തുൽ ഖദ്റിൽ 2 റക്അത്ത് നമസ്കരിക്കാൻ സാധിച്ചുവെങ്കിൽ അവർക്ക് തീർച്ചയായും എൻ്റെ സംതൃപ്തിയും സ്വർഗവും അവന് ഞാൻ നൽകുന്നതാണ്. പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിൽ 2 റക്അത്ത് നമസ്കരിക്കുക എന്നുള്ളത് വലിയ ശ്രേഷ്ഠതയാണ്. ആ രാവിലെ ഒരാൾ പോലും തറാവീഹ് നമസ്കാരം ഒഴിവാക്കരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരൊരുവൻ പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിൽ നമസ്കാരം നിലനിർത്തിയോ, തറാവീഹ് നമസ്കരിച്ചോ, ഖിയാമുൽ ലൈലിൽ അവൻ നേതൃത്വം കൊടുത്തോ, ഇബാദത്ത് എടുത്തിട്ടുണ്ടോ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുൻ പാപങ്ങൾ മുഴുവനും വിട്ടുപുറത്ത് മാപ്പാക്കുന്നതാണ്. ലൈലത്തുൽ ഖദ്ർ എന്ന ഈ മഹത്തായ രാവ് ജനങ്ങൾ മുഴുവനും ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നതാകുന്ന 27-ാം രാവ്, ആ ലൈലത്തുൽ ഖദ്ർ കണ്ടുമുട്ടിയാൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടി, ലൈലത്തുൽ ഖദ്ർ ആണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ തീർച്ചയായും ആയിഷ നീ ചൊല്ലേണ്ടുന്ന ദിക്ർ, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി യാ കരീം. ഔദാര്യവാനായ അല്ലാഹുവേ, എനിക്ക് നീ എൻ്റെ പാപങ്ങൾ അഖിലവും നീ പുറത്തു തരണേ അല്ലാ. നീ മാപ്പ് ചെയ്യുന്നവനാണ്, എൻ്റെ പാപങ്ങൾ മുഴുവനും നീ പൊറുക്കണേ നാഥ എന്നർത്ഥം വരുന്ന ഈ ദിക്ർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കണം ആയിഷ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട പത്നിയാകുന്ന ആയിഷ റളിയല്ലാഹു അൻഹയോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ രാവിലെ നമ്മൾ ആരും മറക്കരുത്, ഈ ദിക്ർ പരിപൂർണമായി മുറുകെ പിടിക്കുക. അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ സാധിക്കുന്ന നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് ആയുസ്സുള്ളത്. മുത്തുനബിയുടെ സമുദായമാണ് നമ്മൾ. ആ സമുദായത്തിന് നൽകിയിരിക്കുന്ന ആയുസ്സിനേക്കാൾ കൂടുതൽ ആയുസ് ഇബാദത്തെടുത്തതിന്റെ പ്രതിഫലം 1000 മാസം അഥവാ 83 വർഷവും 4 മാസവും ഇബാദത്തെടുത്ത പ്രതിഫലം എന്നല്ല, അതിനേക്കാൾ പ്രതിഫലം അല്ലാഹു നൽകുകയാണ്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. 1000 മാസം എന്നല്ല പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, 1000 മാസത്തേക്കാൾ പവിത്രതയുള്ളതാണ്. അതിനേക്കാൾ കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തെടുത്തതിന്റെ പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിച്ച മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ലൈലത്തുൽ ഖദ്ർ കണ്ടുമുട്ടിയ സാലിഹീങ്ങളിൽ അല്ലാഹു നമ്മളെ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാ ആരാധനകളും അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.